ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ നാളുകൾ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പിരിയാം. അതെപ്പോഴും ഓർമ്മ വേണം. ആരായാലും അവിടെ ജാതി മത പരിഗണനകളൊന്നുമില്ല. ചെറുതെന്നോ വലുതെന്നോ യാതൊരു വ്യത്യാസവുമില്ല. ജനിക്കുമ്പോൾ തന്നെ ആ സമയം കൃത്യമായിട്ടും നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ ആരായാലും ഈ ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞേ നോക്കൂ. ആ വിട പറയുന്ന സമയത്ത് ആരിലാണോ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലും സർവ്വശരീരങ്ങളിലുമായിട്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ഏകമായ ചൈതന്യ സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന ബോധം ഉറച്ചിട്ടുണ്ടെങ്കിൽ, ആ ഉറപ്പ് ശരീരം വെടിയുന്ന സമയത്ത് ഉണ്ടെങ്കിൽ മാത്രം എന്താ സംഭവിക്കുന്നത്? ഇനി ജനനമില്ലാത്ത അവസ്ഥ. മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശനം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരി ആധ്യാത്മികതയുടെ എസൻസാണിത്. ഒന്നും കാണാതെ പഠിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഞാനെന്ന് പറയുന്നത് ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല. നാമരൂപധാരിയല്ലാത്ത ഈ ശരീരത്തിലും എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം, ആ പരമേശ്വര ചൈതന്യം, പരമമായ ഈശ്വര ചൈതന്യം. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ല. പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും എല്ലാത്തിൻ്റെയും ആ സൂത്രത്തെയാണ് ധാരണം ചെയ്യേണ്ടത്. തത് സൂത്രം ധാരയേത് യോഗി യോഗവിജ്ഞാന തത്പരഃ. യോഗവിജ്ഞാനത്തിൽ ആ യോഗത്തെക്കുറിച്ച് ബോധവാനായിട്ടുള്ള ആളുകൾ. ആരാ യോഗത്തെക്കുറിച്ച് ബോധവാനായിട്ടുള്ളത്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയല്ല, ഈ ശരീരത്തിൽ കൂടിയും എല്ലാ ശരീരത്തിൽ കൂടിയും കടന്നു പോകുന്ന ആ ബ്രഹ്മമാകുന്ന സൂത്രം, അതാണ് തന്നിൽ കൂടിയും കടന്നു പോകുന്നത്. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് തന്നിലെ താൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധനിലയിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ നിരന്തര വിചാരത്തിലൂടെ ഉറപ്പിച്ചിട്ടുള്ളത്, ദാറ്റ് ഈസ് ആധ്യാത്മികത. അതാണ് സ്പിരിച്വാലിറ്റി. അതിന് താടി വേണ്ട, കാഷായം വേണ്ട, രുദ്രാക്ഷം വേണ്ട, സ്വാമിയാകണ്ട, ഒന്നും വേണ്ട. ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, ബി വിത്ത് എവ്രിതിങ്. എല്ലാമായിട്ടും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വേണം, ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ താൻ, നോട്ട് ഞാൻ. പക്ഷേ നമ്മളെല്ലാവരും എങ്ങനെയായിരിക്കുന്നത്? ഞാൻ ഭാവത്തിലാണ് 24 മണിക്കൂറും കഴിഞ്ഞുകൂടുന്നത്. ഇവിടെ ഞായറാഴ്ച വരുമ്പോൾ തന്നിലെ തന്നെക്കുറിച്ച് കേൾക്കുന്നു, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തീർന്നു, ഇല്ലേ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞാനായിട്ട് തന്നെ പോകുന്നു. അത് പാടില്ല. തന്നിലെ തന്നെക്കുറിച്ച് ഓർമ്മ വേണം. തന്നിലെ താനായിട്ട് തന്നെ മാറ്റിക്കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഏത് നിമിഷമാണ് ഈ ശരീരത്തിൽ നിന്ന് വിളി വരുന്നത്, വിട പറയേണ്ടി വരുന്നത്, ആ സമയത്തും തന്നിൽ ഞാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എങ്കിൽ ഈ കേട്ടതുകൊണ്ടെന്ന് എന്തു പ്രയോജനം? മനുഷ്യ ജന്മം കിട്ടിയിട്ട് എന്തു പ്രയോജനം? മനുഷ്യ ജന്മം കിട്ടിയിട്ട് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നു.
ആ അടുത്ത ശരീരം എന്നുള്ളത് സഞ്ചിത കർമാനുസാരം മനുഷ്യ ശരീരം തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പം കർമ്മ ഫലമനുസരിച്ച് പട്ടിയായിട്ടും പൂച്ചയായിട്ടും കർമ്മഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ശരീരങ്ങളിലേക്ക് പോകാം. എന്നാൽ മനുഷ്യ ശരീരത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഏതാണ്ട് പകുതിയെങ്കിലും ശുദ്ധമായിട്ടുള്ളതാണെങ്കിൽ, മറ്റുള്ളവർക്ക് ദോഷമില്ലാത്തതായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യ ശരീരത്തിലേക്ക് തന്നെ പ്രവേശിക്കാൻ സാധിക്കും. എന്നാൽ അവിടെ സഞ്ചിത കർമ്മത്തിലെ ഫലങ്ങളുടെ ഫലം അവിടെ ചേരും. അപ്പോൾ ചിലപ്പോൾ സംഗതി തെറ്റിപ്പോയെന്ന് വരാം. അതുകൊണ്ട് ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത തരത്തിലുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കണം. മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന ഏത് കർമ്മം ചെയ്താലും അത് 10 ഇരട്ടി തൂക്കത്തിൽ തന്നിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് കഴിയുന്നതും ചിന്തയിൽ പോലും ഉണ്ടാകരുത്. മറ്റുള്ളവരെ ദോഷപ്പെടുത്തുന്ന തരത്തിലുള്ള ചിന്തയും കർമ്മമാണ്. അതും നമ്മെ ബാധിക്കും. അതുകൊണ്ട് ശുദ്ധഭാവത്തിൽ ഈ ജീവിതത്തിൽ തന്നിൽ താനായിരിക്കുന്ന ആ ദിവ്യസ്വരൂപം, തന്നിലെ താൻ ആരാണ്? ദൈവം. എവിടെയായിരിക്കുന്നു ദൈവം? തന്നിലെ താൻ തന്നെയാണ് ദൈവം. തന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരു ദൈവമില്ല. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ. ഇത് മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. മനുഷ്യർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാം, ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല. ഞാൻ ആ ദിവ്യസ്വരൂപം, തന്നിലെത്താൻ ഞാനായിട്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തന്നെക്കുറിച്ച് ബോധവാനാകുന്നുണ്ടെങ്കിലും ആ താൻ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നിരന്തരമായിട്ട് ഉദ്ധരേതാത്മനാത്മാനം, അവനവനെ ഈ ജീവഭാവത്തിൽ നിന്ന് ആ ദിവ്യഭാവത്തിലേക്ക് ഉയർത്തണം. അതിന് വേറൊരാളിന് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ഈ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുക. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ആ പൂർണ്ണബോധം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കൂ. പിന്നെയാണ് പ്രവർത്തനം, ഉദ്ധരിപ്പിക്കൽ. എങ്ങനെയാ ഉദ്ധരിപ്പിക്കൽ? ഭാവന. യദ്ഭാവോ തദ്ഭവതു. ഞാൻ ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല, നാമരൂപരഹിതമായ എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ഈശ്വര ചൈതന്യമാകുന്നു തൻ്റെ യഥാർത്ഥ സ്വരൂപം. തന്നിലെത്താൻ എന്തെളുപ്പം? ഞാനും താനും രണ്ടിനെയും വേർതിരിച്ചറിയുക. ഹംസത്തിൻ്റെ മുമ്പിൽ പാല് വെച്ച് കൊടുത്താൽ ഏത് പ്രകാരമാണോ അത് ജലത്തെയും പാലിനെയും വേർതിരിച്ച് പാലിനെ മാത്രം ഭുജിക്കുന്നത്, അതുപോലെ തന്നിലെ ഞാനിനെയും തിരിച്ചറിഞ്ഞ് ഞാനിനെ വിട്ടിട്ട് തന്നിലെ താനിനെ സ്വീകരിക്കണം. തന്നിൽ താനായിരിക്കണം എപ്പോഴും. തന്നിൽ താനായിരിക്കുക. ആ താനായിരിക്കുന്ന ഭാവത്തിനാണ് ആ മന്ത്രം ശിവോഹം 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 എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരായിരിക്കുന്നു? തന്നിലെ താനായിട്ടിരിക്കുകയാണ്. ആ മന്ത്രം എത്ര കാലമായിട്ട് പറയുന്നു? ശിവോഹം ശിവോഹം ശിവോഹം. ശിവം ആ മംഗളസ്വരൂപം, തന്നിലെത്താൻ. അത് പിരിഞ്ഞാൽ ശവം, അതിരിക്കുമ്പോൾ ശിവം. അപ്പോൾ
അതാണ് താനെന്നുള്ള ഭാവം, ആ ബോധം, ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പമായിട്ട് ആ മന്ത്രം അങ്ങനെ ഉള്ളിൽ ജ്വലിക്കണം. ശിവോഹം ശിവോഹം ശിവോഹം. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ അന്യരെ ദുഷിച്ച് കുശുമ്പ് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരല്പസമയം ശിവോഹം 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 നാമം ചൊല്ലുന്നതിന് പകരം ഇത് ചൊല്ലുക. നാമം ചൊല്ലിയാൽ ഏത് ദേവനെക്കുറിച്ചാണോ നിങ്ങൾ നാമം ചൊല്ലുന്നത് ആ ദേവനിലേക്ക് അടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ആരുമായിട്ടാണ് അടുക്കുന്നത്? ആ നാമരൂപരഹിതമായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ പരബ്രഹ്മവുമായിട്ടാണ് നിങ്ങളെ അടുപ്പിക്കുന്നത്, അതുമായിട്ടാണ് യോജിക്കുന്നത്. ദാറ്റ് ഈസ് കാൾഡ് യോഗ. വളരെ നിസ്സാരമായിട്ട് നേടാവുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, പാഴാക്കി കളയരുത്. ഇവിടുന്ന് പോയി കഴിയുമ്പോഴും സദാ ആ ഭാവം നിലനിർത്തുക. എന്താ ഭാവം? ശിവോഹം ശിവോഹം ശിവം 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 എന്ന് പറയുമ്പോൾ തന്നിലെ തന്നെക്കുറിച്ചറിയുക. തന്നിലെ ഞാനിൽ നിന്ന് നിങ്ങൾ തന്നെ ഉയർത്തുന്നു, ഉദ്ധരിപ്പിക്കുന്നു തന്നിലെ താനിലേക്ക്. തന്നിലെ താൻ ആരാണ്? ദിവ്യസ്വരൂപം. എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, വെദർ യു ആർ എ ഹിന്ദു, ആർ എ ക്രിസ്ത്യൻ, ആർ എ മുസൽമാൻ, അവിടെ ആ വ്യത്യാസമൊന്നുമില്ല. ഹിന്ദുവിന് വേറെ ദൈവം, ക്രിസ്ത്യാനിക്ക് വേറെ ദൈവം, മുസൽമാന് വേറെ ദൈവം, അങ്ങനെയൊന്നുമില്ല. ദൈവം ഒന്നേ ഉള്ളൂ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സാക്ഷി. ആ സാക്ഷി ചൈതന്യം ആര്? തന്നിലെ താൻ തന്നെയാണത്. അതിനെയാണ് നാം ശിവം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ശിവം ശിവം ശിവോഹം ശിവ അഹം. ആ ശിവസ്വരൂപമാണ് തന്നിലെ താൻ അതാണ്. ഐ എം ദാറ്റ്. എന്താ പാട്? മറ്റുള്ള എല്ലാ മന്ത്രങ്ങളും നിങ്ങൾ ഉപേക്ഷിച്ചേക്കൂ. ഏത് ദേവൻ്റെ മന്ത്രം ചൊല്ലിയാലും അതൊക്കെ ഉപേക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഉപേക്ഷിക്കാം. അതൊക്കെ നിങ്ങളെ കുറഞ്ഞ തലങ്ങളിലേ എത്തിക്കൂ. ഇത് പരമോന്നത തലത്തിലെത്തിക്കുന്നതാണ്. മൂന്നാമത്തെ മന്ത്രം ഋഭുഗീത. ചിദാത്മാഹം പരാത്മാഹം നിർഗുണോഹം പരാത്പരഃ. ചിദാത്മാഹം, ആ ചിത് സ്വരൂപം, ആ ബോധസ്വരൂപം, തന്നിലെ താൻ, അതാണ് താൻ. ചിദാത്മാഹം പരാത്പരഃ, ആ പരമമായ വസ്തുവിനും പരമായിട്ടുള്ളത്. അത് നിർഗുണസ്വരൂപം. ഒരു തരത്തിലുള്ള ഗുണവും അതിനെ ബാധിക്കുന്നില്ല. നിർഗുണോഹം പരാത്പരഃ, ആ പരമമായ വസ്തുവിനും പരമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇത്യേവം നിശ്ചയോ യസ്യ, ആർക്കാണോ ഈ നിശ്ചയം, ഈ ഭാവം, ഈ ബോധം ഉറപ്പായിട്ടുള്ളത്, അതിൽ ശ്രദ്ധ ഉറപ്പിച്ചിട്ടുള്ളത്, സ ജീവൻ മുക്തഃ ഉച്യതേ, അവൻ ജീവൻ മുക്തനാവുന്നു. അത് മാത്രം മതിയോ സ്വാമി ജീവൻ മുക്തനാകാനായിട്ട്? ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്താവസ്ഥ. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾ മുക്തനാകുന്നത്? ആരാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനിൽ ഉറപ്പിക്കുന്നത്, അതാണ് ജീവൻ മുക്താവസ്ഥ. ആർക്കുമാകാം. എന്താ പാട്? ഇതുവരെ കേട്ട കാര്യങ്ങൾ എത്ര നിസ്സാരം. ഈ നാമരൂപധാരിയായ ഞാനല്ല, ഞാൻ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല. നാമരൂപരഹിതമായി എന്നിൽ കൂടിയും അവനിൽ കൂടിയും അവളിൽ കൂടിയും സർവ്വചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ശുദ്ധ ചൈതന്യം, അതാണ് തന്നിലെ താൻ. അതിൻ്റെ പ്രതിബിംബമാണ് തന്നിലെ ഞാൻ. അത് ലിമിറ്റഡായി, അതാണ് തന്നിലെ ഞാൻ. അതിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലാണ് നമ്മൾ നിരന്തരം രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലാണ് നമ്മൾ നിരന്തരം അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നത്.
അതാണ് നമ്മുടെ ജീവിത സ്വഭാവം. മരിക്കുമ്പോഴും അതേ ഭാവം തന്നെയാണ് നമുക്കുള്ളത്, ഒരു മാറ്റവുമില്ല. അപ്പോൾ എന്താ, അതേ ഭാവത്തിൽ തന്നെ ഇതര ശരീരങ്ങളിലേക്ക്, കർമ്മഫലാനുസാരം ഇതര ശരീരങ്ങളിലേക്ക് മാറുന്നു. ആ മാറ്റം നടക്കുന്നതിന് മുൻപ്, ഈ ശരീരത്തിൽ നിന്ന് വിട പറയുന്നതിന് മുൻപ് നമ്മളെ മോചിപ്പിച്ചിരിക്കണം. എവിടുന്ന്? ഞാൻ ഭാവത്തിൽ നിന്ന്. ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. തന്നിലെ ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? നിങ്ങളൊന്നും കളയാൻ പറയുന്നില്ല. കുടുംബം ഉപേക്ഷിക്കാൻ പറയുന്നില്ല, ഭാര്യയെ ഉപേക്ഷിക്കാൻ പറയുന്നില്ല, ജോലി ഉപേക്ഷിക്കാൻ പറയുന്നില്ല. ബി വിത്ത് എവ്രിതിങ്. ചേഞ്ച് ദ ഭാവ. ആ ഭാവമാറ്റം നിങ്ങളിൽ നടത്തുക. ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലും എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, സർവഭൂതങ്ങളിലും കൂടെ കടന്നു പോകുന്ന സർവാന്തര്യാമി. അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ സ്ഥാപനം ചെയ്യുക, ഉയർത്തുക, ആ ഭാവം നിലനിർത്തുക. ആ ഭാവം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് പറഞ്ഞത്. എന്താ? ശിവോഹം ശിവോഹം ശിവോഹം. ആ ശിവോഹം എന്ന മന്ത്രം ചൊല്ലുമ്പോൾ ഈ ഭാവന നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. അത് മാത്രം മതി. വെറുതെ കിട്ടുന്ന സമയത്തൊക്കെ ശിവോഹം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ ശീലം നമുക്കില്ലാത്തത് കൊണ്ട്. ആ ശീലം ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് വെർബലായിട്ട് ആദ്യം കുറേ പറയണം. ശിവോഹം ശിവോഹം ശിവോഹം. ആ വെർബലായിട്ട് വാഗ്രൂപത്തിൽ പറയാതെ മനസ്സുകൊണ്ട് ആ മന്ത്രം ജപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് കുറേ കൂടെ നല്ലത്. പക്ഷേ മനസ്സുകൊണ്ട് എപ്പോഴും ജപിക്കാനായിട്ട് കഴിയില്ല. അതിന് വാഗ്രൂപത്തിൽ അതിന് ഒരു ജീവൻ കൊടുത്ത്, ബലം കൊടുത്ത്, ഉറപ്പ് കൊടുത്താൽ മാത്രമേ നമുക്ക് മൗന രൂപത്തിൽ പറയാൻ സാധിക്കൂ. അതുകൊണ്ട് ആദ്യം വാഗ്രൂപത്തിൽ കുറേ സമയം പറയുക. ദിവസവും കുറേ സമയം എപ്പോഴും പറയാൻ ശ്രമിക്കുക. വെറുതെ കിട്ടുന്ന സമയമൊക്കെ ശിവോഹം. കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്താ പാത്രം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവോഹം ശിവോഹം, മുറ്റം തൂത്തുകൊണ്ടിരിക്കുമ്പോൾ ശിവോഹം ശിവോഹം. എന്താ പറയാൻ പാട്? എന്താ പാട്? എങ്ങോട്ടെങ്കിലും പോകുന്ന അവസരം, അമ്പലത്തിലേക്ക് പോകുന്ന അവസരത്തിൽ ശിവോഹം ശിവോഹം ശിവോഹം, കടയിൽ പോകുന്ന അവസരത്തിൽ ശിവോഹം ശിവോഹം ശിവോഹം, എപ്പോഴും ശിവോഹം, എപ്പോഴും ശിവോഹം 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 എന്ന് പറഞ്ഞാൽ എന്താണ്? ശിവ അഹം, അഹം, ആ ശിവം, ആ മംഗളസ്വരൂപമാവുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ തന്നിലെ ഞാനല്ല, ഞാൻ തന്നിലെ താൻ, ആ ശുദ്ധ സ്വരൂപം എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന തത്സൂത്രം ധാരയേത് യോഗി. നിങ്ങൾ ആ ശിവോഹം എന്ന് പറയുമ്പോൾ ആ സൂത്രത്തെ നിങ്ങൾ ധാരണം ചെയ്യുകയാണ്. നിങ്ങൾ ആരാകുന്നു? ആ സമയത്ത് നിങ്ങൾ ഒരു യോഗിയാവുന്നു. സ്ത്രീകൾക്ക് യോഗിയാകാമോ? നിസ്സാരം. എന്താ പാട്? ആരാണോ ഈ മന്ത്രം സദാ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആ സ്ത്രീ യോഗിയാണ്. മറ്റുള്ളവരുടെ വാക്കുകളൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടോ ഞാൻ അതുമായിട്ട് യോജിച്ചിരിക്കുന്നു? ശിവോഹം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ശിവം തന്നെ, ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്നിലെ താൻ ആണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന അറിവ് നിലയുമായിട്ട് എൻ്റെ ശ്രദ്ധയെ ഞാൻ യോജിപ്പിച്ചിരിക്കുന്നു. ആ ധാരണ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ യോഗിയാണ്. ഒരുത്തരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, ഒരുത്തരും പറയണ്ട. നിങ്ങൾക്ക് സ്വയം സർട്ടിഫിക്കറ്റ് ചെയ്യാം. ഐ സർട്ടിഫൈ മൈസെൽഫ് ആസ് എ യോഗി. ആ ഭാവം സത്യസന്ധമായിരിക്കണം.
ഞാൻ ആ യോഗ നിലയിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. സദാസമയത്തും ആ മന്ത്രം നമ്മുടെ ഉള്ളിൽ മുഴങ്ങണം. രാമതീർത്ഥൻ്റെ ഉള്ളിൽ ഏതു പ്രകാരമാണോ ആ മന്ത്രധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നത്, അതുപോലെ ആരുടെ ഉള്ളിലാണോ ആ മന്ത്രധ്വനി, സോഹം സഹ അഹം, അതാണ് സോഹം, അല്ലെങ്കിൽ ശിവോഹം ശിവ അഹം. സോഹം എന്ന് പറഞ്ഞാൽ സഹ അഹം, അത് അല്ലെങ്കിൽ അവൻ ഞാനാവുന്നു. ഏവൻ എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപൻ, ഐ എം ദാറ്റ്. ആധ്യാത്മികത എന്ന് പറയുന്നത് അജ്ഞാന കാര്യമല്ല, അറിവാണ്. ഈ അറിവ് നേടാനുള്ള പ്രാപ്തി എല്ലാവർക്കുമുണ്ട്. അതിന് പ്രത്യേക സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. മനുഷ്യ ശരീരത്തിലാണോ നിങ്ങളിരിക്കുന്നത്, ആ മനുഷ്യ ശരീരത്തിലുള്ള തിരിച്ചറിവ് മാത്രം മതി. അല്ലേ, ഈ കേൾക്കുന്ന അവസരത്തിൽ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ, ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ആ ഞാൻ നശ്വരമാണ്, നശിക്കുന്നതാണ്. ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്നതാണ് ഞാൻ. എന്നിലെ താൻ മരണമില്ല, തന്നിലെ തനിക്ക് മരണമില്ല. ഞാനായിരിക്കുന്നിടത്തോളം കാലം ഞാൻ മരിക്കും. ജനിച്ചിരിക്കുമ്പോൾ തന്നെ ഞാനിന് ഇത്ര കാലമെന്ന് അനുവദിച്ചിട്ടുണ്ട്. ആ സമയം തീരുമ്പോൾ നിങ്ങൾക്ക് ഞാനിൽ നിന്ന് ജീവൻ പിരിയും. ആ ജീവൻ പിരിയുന്നതിന് മുൻപ് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതൊരാളിനാണോ തൻ്റെ ശ്രദ്ധയെ ആ ഞാനിൽ നിന്ന് വിടർത്തി ഒരിക്കലും മരണമില്ലാത്ത, ഒരിക്കലും മരിക്കാത്ത അമരസ്വരൂപിയായ തന്നിലെ താനുമായിട്ട് യോജിപ്പിക്കുന്നത്, ദറ്റ് ഈസ് കാൾഡ് യോഗ. ഇത് തലകുത്തി നിൽക്കുന്നതൊന്നുമല്ല യോഗ. ഈ അറിവ് നിലയിലേക്ക് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ യോജിപ്പിക്കുന്നത്, ദറ്റ് ഈസ് കാൾഡ് യോഗ. ആർക്കാ സാധിക്കാത്തത്? ഏതൊരു സ്ത്രീക്കും തൻ്റെ ശ്രദ്ധ തന്നിലെ താനുമായിട്ട് ഞാൻ യോജിപ്പിച്ചിരിക്കുന്നു എന്ന് ഉറച്ചു പ്രഖ്യാപിക്കാൻ സാധിക്കുമെങ്കിൽ യു ക്യാൻ സർട്ടിഫൈ യുവർ സെൽഫ് ആസ് എ യോഗി. സ്വയം പ്രഖ്യാപിക്കാം, ഞാനൊരു യോഗിയാണ്. ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും അതിനാവശ്യമില്ല, സ്വയം. പക്ഷേ നിങ്ങളുടെ ആ പ്രഖ്യാപനം സത്യസന്ധമായിരിക്കണം. ഈ ഞാനല്ല എന്നിലെ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതിനെ നിങ്ങൾ അറിയണം. ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരാ. എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും, ഇപ്പോൾ ജാഗ്രത അവസ്ഥയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അതിനും സാക്ഷിയായിട്ട് ആ ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, കൂർക്കം വലിച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളിലെ യഥാർത്ഥ ചൈതന്യം നിങ്ങളിലുണ്ട്, സാക്ഷി ചൈതന്യം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. നിങ്ങൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനും സാക്ഷിയായിട്ട് ആ ചൈതന്യം അവിടെയുണ്ട്. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ഇതുപോലെയുള്ള സത്സംഗങ്ങളിലൂടെ കേട്ട് 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 അറിഞ്ഞ് സ്വയം ബോധിച്ച് നിങ്ങൾ തന്നെ തീരുമാനത്തിൽ എത്തണം. ഓ, ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം, അത് ഈ ശരീരത്തിൽ ഈ ജന്മത്തിന് മാത്രമല്ല, ഈ ജന്മത്തിനും ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ നാം ജീവിച്ചിട്ടുണ്ടോ അതിനെല്ലാം സാക്ഷിയായിരിക്കുന്നു ഈ ചൈതന്യം. ഏതൊരു ചൈതന്യത്തെക്കുറിച്ചാണോ നമ്മളിപ്പോൾ പറയുന്നത്, ആ ചൈതന്യം ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി നമുക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇതേ ചൈതന്യം, ഒരു മാറ്റവുമില്ല. അതാണ് അഹം സാക്ഷീതി വിദ്യാത്. അഹം സാക്ഷി, ആ സാക്ഷിയാണ് ഞാൻ. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യ ഏവം പുനഃ പുനഃ, വീണ്ടും വീണ്ടും വിചാരം ചെയ്ത്
ആരാണോ തൻ്റെ ശ്രദ്ധയെ അതിൽ ഉറപ്പിക്കുന്നത്, സ വിദ്വാൻ, അവനെയാണ് അറിവുള്ളവൻ എന്ന് പറയുന്നത്. സ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഹ, വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. എത്ര നിസ്സാരം! വേദാന്തം എന്ന് പറയുന്നത് പരമമായ അറിവ്, നിങ്ങളെ സംബന്ധിച്ച്, മനുഷ്യരെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അറിവും ഇതാണ്. ഇതിനപ്പുറം വേറെന്ത് അറിവിരിക്കുന്നു? നിങ്ങൾ ഓരോരുത്തരും ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല. ജാതി നീതി കുല ഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. അതാണ് നീ, നിങ്ങൾ ഓരോരുത്തരും, അതാണ് ഞാനും, അതാണ് സർവരും, അതാണ് സർവ്വ ജീവജാലങ്ങളും, അതാണ് പട്ടിയും പൂച്ചയും മാക്രിയും എലിയും കുതിരയും ഒക്കെ. പക്ഷെ അവയ്ക്കൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മളിവിടെ ഇരുന്ന് ഇപ്പോൾ ഇത് പറഞ്ഞ് അത് തിരിച്ചറിഞ്ഞ് അതാണ് താനെന്ന് ബോധിച്ച് ആ ബോധനിലയിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിച്ച് അതിൽ സ്ഥിരപ്രതിഷ്ഠിതനാകുന്നത്, സ്ഥിരപ്രജ്ഞനാകുന്നത്, തൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിരമാകുന്നത്, ഇതല്ല ഞാൻ, ഇതിനകത്തിരിക്കുന്ന അത്. അതാണ് സാമവേദം ഉദ്ഘോഷിക്കുന്നത്, തത് ത്വമസി, നീ അതാകുന്നു. ആ താൻ, തന്നിലെ താൻ ഈ കേൾക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ബോധിക്കുമെങ്കിൽ, ബോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറയാം, യെസ് ഐ ആം ദാറ്റ്. യജുർവേദം പറയുന്നത് പോലെ അഹം ബ്രഹ്മാസ്മി അല്ലേ? ബൃഹദാരണ്യകോപനിഷത്ത് പറയുന്ന മഹാവാക്യം അഹം ബ്രഹ്മാസ്മി. നേരത്തെ പറഞ്ഞത് ഉപദേശവാക്യം, ഇത് അനുഭവവാക്യം. അഹം ബ്രഹ്മാസ്മി, ആ ബ്രഹ്മമാകുന്നു ഞാൻ. ഏത്? തന്നിലെ താൻ, തന്നിലെ താൻ, താൻ ആ താനാണ് താൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, അതാണ് ബ്രഹ്മജ്ഞാനം. ആ അറിവുള്ളവനെയാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. ഈ അറിവാണ് സദാ നിരന്തര വിചാരത്തിലൂടെ ബലപ്പെടുത്തേണ്ടത്. ഈട്ടിത്തടിയിലെ കറുപ്പ് വർദ്ധിക്കുന്നത് പോലെ ആളിലാണോ ഈ അറിവ് നില ഉറയ്ക്കുന്നത്, മരണസമയത്ത് അവൻ ഈ ശരീരം വിട്ട് എങ്ങും പോകുന്നില്ല. ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഏതൊന്നുമായിട്ടാണോ യോജിക്കേണ്ടതായിട്ടുള്ളത് അതുമായിട്ട് യോജിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കാൾഡ് ജീവൻ മുക്തി. ഈ മന്ത്രത്തിൽ പറഞ്ഞില്ലേ, ചിദാത്മാഹം പരാത്മാഹം നിർഗുണോഹം പരാത്പരഃ ഇത്യേവം നിശ്ചയോ യസ്യ സ ജീവൻ മുക്തഃ ഉച്യതേ. അവനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ജീവൻ മുക്തൻ എന്ന് പറയുന്നത് ആരെയാണ്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്താവസ്ഥ. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് മുക്തനാകുന്നത്? ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ നാമരൂപത്തിൽ കുട്ടപ്പനായിട്ടും ഗോപാലകൃഷ്ണനായിട്ടും ഇരിക്കുമ്പോൾ, ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരോടും, അമ്മയോടും അച്ഛനോടും ഭാര്യയോടും മക്കളോടും ഒക്കെ ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊന്നും ഞാനല്ല, ഇവരൊന്നും എൻ്റെ ആരുമല്ല, ഇവരുടെ ഉള്ളിൽ കൂടി പോകുന്ന എങ്ങും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഞാൻ തന്നെയാണ് എല്ലാമായിരിക്കുന്നത്. അഹം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. ഈ അറിവ് നില എപ്പോഴും എല്ലാവരുടെയും
ഭാവത്തിൽ ഉണ്ടായിരിക്കണം. പക്ഷേ നമുക്ക് ഈ അറിവ് നില നിരന്തരമായിട്ട് നിർത്താൻ സാധിക്കുന്നില്ല. സർവസാരോപനിഷത്തിൽ പറയുന്നു, അവസ്ഥാത്രയ ഭാവാഭാവ സാക്ഷി, അവസ്ഥാത്രയ ഭാവാഭാവ സാക്ഷി സ്വയം ഭാവരഹിതം നൈരന്തര്യം ചൈതന്യം. നൈരന്തര്യം ചൈതന്യം, നിരന്തരമായിട്ട് എല്ലാവരിൽ കൂടിയും കടന്നു പോകുന്ന ആ ചൈതന്യം, ഏകമായ ദേവൻ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ. വേശ്യയിലും പതിവ്രതയിലും രാജാവിലും പ്രജയിലും ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും പട്ടിയിലും പൂച്ചയിലും ഒക്കെ കൂടെ കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം, അതാണ് എന്നിൽ കൂടിയും കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് സ്വയം ബോധിച്ച് ആരാണോ സ്വയം പ്രഖ്യാപിക്കുന്നത് ഐ ആം ദാറ്റ്, അതാണ് തന്നിലെ താൻ. അപ്പോൾ തന്നിലെ താൻ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന അറിവ് നിലയിലേക്ക് നിങ്ങൾ ഉണർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണരണം. ചുമ്മാ താനെന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങൾ തന്നിലെ താൻ ഭാവത്തിലേക്ക് ശ്രദ്ധയെ മാറ്റുമ്പോൾ ആ താൻ ആരാണ്? തന്നിലെ താൻ. അതാണ് ഇവിടെ പറഞ്ഞത്. സർവസാരോപനിഷത്തിൽ പറയുന്നത് അവസ്ഥാത്രയ ഭാവാഭാവ സാക്ഷി. അവസ്ഥാത്രയങ്ങളുടെ ഭാവത്തിനും അഭാവത്തിനും. അവസ്ഥാത്രയം എന്താണ്? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. അവസ്ഥാത്രയങ്ങൾ, അവസ്ഥാത്രയം. ആ അവസ്ഥാത്രയം ഉണ്ടാകുന്നതിനും ഇല്ലാതാകുന്നതിനും സാക്ഷി. അവസ്ഥാത്രയ ഭാവാഭാവ സാക്ഷി. സ്വയം ഭാവരഹിതം. ആ ചൈതന്യത്തിന്, തന്നിലെ തനിക്ക് യാതൊരു ഭാവമാറ്റവുമില്ല. എങ്ങനെയുള്ളതാണ്? നൈരന്തര്യം ചൈതന്യം, നിരന്തരമായിട്ട് സർവരിൽ കൂടിയും കടന്നു പോകുന്ന ആ ചൈതന്യം. യഥാ തഥാ തുരീയം ചൈതന്യമിത്യുച്യതേ. എപ്പോഴാണോ അതിനെക്കുറിച്ച് ബോധവാനാകുന്നത് അതാണ് തന്നിലെ ആ നാലാമത്തെ ഭാവം. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയം. ആ തുരീയാവസ്ഥ. ആ തുരീയമെന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ല. പിന്നെന്താ ഉള്ളത്? ഉള്ളതായിട്ടുള്ള ഉണ്മ. ഏതൊന്നിലാണോ ഈ ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ, ഈ മൂന്നവസ്ഥകളും ഉണ്ടായി നിലനിന്ന് വരുന്നത് അതാണ് തുരീയം. അത് നാലാമത്തെ അവസ്ഥയല്ല. ഉള്ള വസ്തു, ഉണ്മ. ആരാണ്? തന്നിലെ താൻ. തന്നിലെ താൻ. ആരാണ് താൻ? ആ ഉണ്മ, ആ സച്ചിദാനന്ദ സ്വരൂപം, ആ സത്യസ്വരൂപം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്വയം പ്രഖ്യാപിക്കാം, യെസ് ഐ ആം ദാറ്റ്. ഇനി മുതൽ ഞാൻ എന്നിലെ ഞാനല്ല, ഞാൻ എന്നിലെ താനാണ്. താനെന്ന് പറയുമ്പോൾ ഈ ശരീരത്തിൽ മാത്രമല്ല നിങ്ങളുടെ സ്ഥാനം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. പട്ടിയിൽ കൂടിയും പൂച്ചയിൽ കൂടിയും എല്ലാ സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം. ആധ്യാത്മികത എന്ന് പറയുന്നത് എന്തെങ്കിലും കേട്ടുകൊണ്ട് പോകേണ്ടതല്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് എന്താണ്? ആ സത്യവസ്തുവിനെക്കുറിച്ച് ബോധവാനായി ആ സത്യവസ്തുവിനെ തന്നിൽ കാണണം. ട്യൂബ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് പ്രകാരമാണോ ആ വൈദ്യുതിയെ നിങ്ങൾ കാണാതെ കാണുന്നത്, ഇല്ലേ? കാണുന്നില്ലേ? വൈദ്യുതി ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നില്ലേ? അതുപോലെ തന്നിലെ തന്നെയും തിരിച്ചറിയണം. തന്നിലെ തന്നെ തിരിച്ചറിയുന്നില്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്നതേ ഇല്ല. ഈ വേഷമൊക്കെ ഇട്ടുകൊണ്ട് ഞെളിഞ്ഞു കിടക്കുന്നതുകൊണ്ടൊന്നും പ്രയോജനമില്ല. തന്നിലെ തന്നെ തിരിച്ചറിയണം. തന്നിലെ താൻ സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം.
കൈവല്യോപനിഷത്തിൽ പറയുന്നു, ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാദി പ്രപഞ്ചം യത് പ്രകാശതേ തത് ബ്രഹ്മാഹം ഇതി ജ്ഞാത്വാ സർവബന്ധൈഃ പ്രമുച്യതേ. സർവബന്ധങ്ങളിൽ നിന്നും ഒരാൾ മോചനം നേടുന്നു. എപ്പോൾ? ഈ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയ്ക്കും ഒക്കെ ഏതൊരു ബ്രഹ്മമാണോ ഉണ്ടാക്കി തീർക്കുന്നത്, ഏതൊരു ബ്രഹ്മത്തിലാണോ ഉണ്ടായി നിലനിന്ന് മറയുന്നത്, ആ ബ്രഹ്മസ്വരൂപമാകുന്നു തന്നിലെ താൻ. തന്നിലെ താൻ. ഞാനല്ല നിങ്ങൾ. നമ്മൾ ഞാൻ ഭാവത്തിലാണ് ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ മാറ്റിയേ ഒക്കൂ, മാറ്റണം. അതിനു വേണ്ടിയാണ് ഈ മനുഷ്യ ജന്മം കിട്ടിയിരിക്കുന്നത്. കാരണം വേറെ ഒരു പട്ടിയായിട്ട് ജനിക്കുമ്പോൾ നമുക്ക് ഈ അറിവിലേക്ക് ഉയരാൻ സാധിക്കില്ല. ഒരു ആനയുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നാൽ സാധ്യമല്ല. ഒരു മയിലായിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ അറിവിലേക്ക് ഉയരാൻ സാധിക്കില്ല. മനുഷ്യ ശരീരത്തിലായിരിക്കണം. അതിലേത് ജാതി മതം അതൊന്നും വ്യത്യാസമില്ല. നീ ക്രിസ്ത്യാനിയാണോ? ഒരു കുഴപ്പവുമില്ല. നീ മുസൽമാനാണോ? ഈ അറിവ് നിന്നിലുണ്ടോ? നീ ക്രിസ്ത്യാനിയാണോ? ഈ അറിവ് നിൻ്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് ഈശ്വരനായിട്ട് മാറാൻ സാധിക്കും. മറ്റുള്ളവരൊക്കെ പറയുന്നത് എങ്ങനെയാ മനുഷ്യൻ ഈശ്വരനാകാൻ സാധിക്കുന്നത്, എങ്ങനെ മനുഷ്യൻ ഈശ്വരനാകാൻ സാധിക്കും എന്നും പറഞ്ഞുകൊണ്ട് ചോദ്യവുമായിട്ട് വരും. അവർക്ക് അത്രേ അറിവുള്ളൂ. ഈ അറിവ് നിലയിലേക്കൊന്നും അവർ ഉയർന്നിട്ടില്ല. ഈ അറിവ് നിലയിലേക്ക് വളർന്നിട്ടില്ല. എന്നാൽ നമ്മുടെ അറിവ് നില, ഭാരതീയ തത്വശാസ്ത്രങ്ങളിലെ അറിവ് നില എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരൻ. ജീവൻ എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാകുന്നു. ജീവയേവ ശിവഃ ശിവയേവ ജീവഃ. സ്കന്ദോപനിഷത്ത്. ദേഹോ ദേവാലയഃ പ്രോക്തോ ജീവോ ദേവഃ സദാശിവഃ ത്യജേത് അജ്ഞാന നിർമാല്യം സോഹം ഭാവേന പൂജയേത്. ദേഹോ ദേവാലയഃ പ്രോക്തഃ. ഈ ദേഹം ദേവാലയം. നിങ്ങളുടെ എല്ലാവരുടെയും ദേഹം ദേവാലയം. എന്തുകൊണ്ടാണ് ദേവാലയമാകുന്നത്? ആ ദേവൻ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നു. ഏത് ദേവൻ? ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. ഏതാ ദേവൻ? തന്നിലെ താൻ. തന്നിലെ താൻ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. നാട്ട് ഞാൻ. തന്നിലെ താൻ. ആ താൻ ഭാവത്തിലേക്ക് ഉയരാനാണ് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലെ താൻ ഭാവത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണം. ദറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. ആ ഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നില ജീവഭാവത്തിലല്ല, ദിവ്യഭാവത്തിലാണ്. ദിവ്യസ്വരൂപിയായിട്ട് നിങ്ങൾ മാറുകയാണ്. എന്താ ദിവ്യസ്വരൂപം? ഈശ്വര സ്വരൂപമായിട്ട് മാറുകയാണ്. ആ ഈശ്വര സ്വരൂപം എന്ന് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഉപനിഷത്തുകൾ പറയുന്നത്, ദേഹോ ദേവാലയഃ പ്രോക്തോ ജീവോ ദേവഃ സദാശിവഃ ത്യജേത് അജ്ഞാന നിർമാല്യം. എന്താ അജ്ഞാനം? ഞാൻ ഭാവം. എന്നിലെ ഞാൻ ഭാവം. ഞാൻ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്. ഓരോരുത്തർക്ക് എന്തെല്ലാം ഭാവത്തിലാണ് ഞെളിഞ്ഞു കിടക്കുന്നത്? ഞാൻ ഭാവത്തിൽ. ഇതെല്ലാം അജ്ഞാന ഭാവങ്ങളാണ്. ത്യജേത് അജ്ഞാന നിർമാല്യം. നിർമാല്യം ഏതു പ്രകാരമാണോ അമ്പലത്തിൽ ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ തലേ ദിവസം ചാർത്തിയിരിക്കുന്ന മാലയെല്ലാം അഴിച്ചു കളഞ്ഞ് ആ ദേവനെ മുക്തമാക്കുന്നത്, അതാണ് നിർമാല്യം, നിർമാല്യ പൂജ. അതുപോലെ
ഈ അജ്ഞാന ഭാവങ്ങളെയെല്ലാം, അജ്ഞാന മാലിന്യങ്ങൾ ഇട്ടുകൊണ്ട് നല്ല നമ്മൾ ഞെളിഞ്ഞു നടക്കുന്നത്. ആരാ? ഞാൻ ബ്രാഹ്മണൻ, ഞാൻ സ്വാമി, അല്ലേ? സ്വാമിയുടെ മാലിന്യമാണ് ഭയങ്കരം. എന്തെല്ലാം ഭാവത്തിലാണ് ഓരോരുത്തരും നടക്കുന്നത്. ഞാൻ അച്ഛൻ, ഞാൻ പൂജാരി, ഏതെല്ലാം തരത്തിലുള്ള മാലിന്യങ്ങളാണ്. ഞാൻ രാജാവ്, ഞാൻ പ്രജ, ഞാൻ പ്രധാനമന്ത്രി, ഞാൻ പ്രസിഡന്റ്. ഇതെല്ലാം മാലിന്യങ്ങൾ തന്നെയാണ്. അവരെയൊന്നും കുറ്റം പറയുന്നതല്ല, അതൊക്കെ സ്ഥാനങ്ങളാണ്. ഈ ഭാവങ്ങൾ ആരിലാണോ അങ്ങനെ വിടാതെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത്, അതാണ് അജ്ഞാനഭാവങ്ങൾ. ഞാൻ അതാണ് എന്ന് അജ്ഞാനഭാവത്തിൽ രമിച്ചു കൊണ്ടിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ പ്രധാനമന്ത്രിയായിട്ടും പ്രസിഡൻ്റായിട്ടും ഇരുന്ന് അവരവരുടെ കർത്തവ്യ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ചല്ല പറയുന്നത്. അജ്ഞാനഭാവത്തിൽ കഴിയുന്ന ആളുകളെക്കുറിച്ചാണ്. സ്കന്ദോപനിഷത്തിലൊരു മന്ത്രം പറയും, ന നിജം നിജവത് ഭാതി അന്ധക്കരണ വിജൃംഭണാത്. ന നിജം, നിജമായ വസ്തു, നിങ്ങളുടെ ഓരോരുത്തരിലും ഇരിക്കുന്ന നിജസ്വരൂപം എന്താണ്? ഈശ്വര ചൈതന്യം. തത് ത്വമസി, നീ അതാകുന്നു. ആ ഈശ്വര ചൈതന്യം നീയാകുന്നു. ന നിജം നിജവത് ഭാതി, അത് ആ ഈശ്വര സ്വരൂപമായിട്ട് പ്രകാശിക്കുന്നില്ല. എന്തുകൊണ്ട്? അന്ധക്കരണ വിജൃംഭണാത്. അന്ധക്കരണ വിജൃംഭണം എന്താണ്? ഞാൻ ബ്രാഹ്മണൻ, ഞാൻ ക്ഷത്രിയൻ, ഞാൻ സ്വാമി, ഈ തരത്തിലുള്ള ഭാവനകളോടുകൂടി ആരാണോ ഇരിക്കുന്നത് അവൻ്റെ ഉള്ളിലുള്ള ആ ദിവ്യത്വം പ്രകാശിക്കുന്നില്ല. അവൻ്റെ ഉള്ളിലുള്ള ആ ദിവ്യത്വം ആ അന്ധക്കരണ ഭാവത്താൽ മറയപ്പെട്ടിരിക്കുന്നു, ആച്ഛാദിതമായിരിക്കുന്നു. അത് മാറിപ്പോകണം. അത് അറിവിലൂടെ അനാച്ഛാദനം ചെയ്യപ്പെടണം. നിജം നിജവദ്ഭാതി അന്ധക്കരണ വിജൃംഭണാത് അന്ധക്കരണനാശേന സംവിന്മാത്രരൂപേണ ഹരിഹി. അന്ധക്കരണനാശേന, ആ അന്ധക്കരണം എന്താണ്? ഉള്ളിലുള്ള ആ ഭാവം. ഞാൻ കുട്ടപ്പനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ വൈശ്യനാണ്, ഞാൻ പ്രധാനമന്ത്രിയാണ്, ആ തരത്തിലുള്ള ഭാവം. ഞാൻ നായരാണ്, ഈ തരത്തിലുള്ള ഭാവം. ഞാൻ സ്വാമിയാണ് എന്നുള്ള ഭാവം. അതെല്ലാം ആരിലാണോ ഇല്ലാതാകുന്നത്? അന്ധക്കരണനാശേന സംവിന്മാത്രരൂപേണ ഹരി. ആ സംവിത് സ്വരൂപം, ആ ശുദ്ധസ്വരൂപം, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ ആത്മസ്വരൂപമാണ് താനെന്നുള്ള അറിവ് നിലയിലേക്ക് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ ഉണർത്തി അതിൽ പ്രകാശിച്ചു നിൽക്കുന്നത്, അപ്പോഴാണ് ആത്മജ്ഞാനമുണ്ടാകുന്നത്. അപ്പോഴാണ് ഒരാൾ ജീവൻ മുക്ത അവസ്ഥയിലേക്ക് മാറുന്നത്. ആ നിലയിലുള്ള ആളിനെയാണ് ജീവൻ മുക്ത ഉച്യതേ, ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി നേടാം. കുടുംബത്തിൽ നിന്നും ഒഴിയേണ്ട കാര്യമില്ല. ഭാര്യയെ കളയേണ്ട, മക്കളെ കളയേണ്ട, ബി വിത്ത് എവ്രിതിങ് എല്ലാമായിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ പ്രാരബ്ധാനുസാരം. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ഈ ശരീരത്തിൽ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയം തീരുന്നതുവരെ എന്തെല്ലാം അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിലാണ് ഈ അറിവ് നിലയിലേക്ക് നിങ്ങൾ ഉണരേണ്ടത്, നിങ്ങളെ ഉണർത്തേണ്ടത്, നിങ്ങളെ ഉയർത്തേണ്ടത്, നിങ്ങളെ സ്ഥിരപ്പെടുത്തേണ്ടത്. ഈ പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ. അല്ലാതെ കടലിൽ തിര അടങ്ങിയിട്ട് കുളിക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കുളിക്കാൻ ഒക്കില്ല. കടലിൽ ഒരിക്കലും തിര ഇല്ലാതാവുകയില്ല. അതുപോലെ ഈ പ്രാരബ്ധം ഒഴിയുകയേയില്ല. അത് ജനനം മുതൽ മരണം വരെ സമുദ്രത്തിലെ അലകൾ പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതിനിടയിൽ വേണം നിങ്ങൾ മുക്താവസ്ഥയിലേക്ക്,
നിങ്ങളെ ഉദ്ധരിപ്പിക്കേണ്ടത്. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. എങ്ങനെയാ ഉദ്ധരിപ്പിക്കേണ്ടത്? ഈ കേട്ട കാര്യങ്ങൾ. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ സ്വാമിയോ ഒന്നുമല്ല ഞാൻ എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ശുദ്ധ സ്വരൂപം. എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം അല്ലേ? കഥകളി നടക്കുന്ന സ്ഥലത്ത് ആട്ടവിളക്ക് കത്തി നിൽക്കും. ആട്ടവിളക്ക് കത്തി നിൽക്കുന്ന അവസരത്തിൽ, കളി നടക്കുന്ന അവസരത്തിൽ ആ ദീപം കളിക്കാരെയും മേളക്കാരെയും സഭാവാസികളെയും ഒക്കെ ഏതു പ്രകാരമാണോ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, അതുപോലെ ആ കളി കഴിഞ്ഞ് പ്രേക്ഷകരും പിരിഞ്ഞു, കളിക്കാരും പിരിഞ്ഞു, മേളക്കാരും പിരിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞപ്പോഴും ആ ആട്ടവിളക്ക് അപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും സുഷുപ്തി അവസ്ഥയെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യം നിങ്ങൾ ഒന്നുമല്ലാതെ ഇങ്ങനെ സുഖമായിട്ടിരിക്കുമ്പോൾ പോലും ആ നിങ്ങളിലെ ആ സുഖത്വത്തെയും ദുഃഖത്വത്തെയും ഒക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. തന്നിലെ താൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സ്ഥിരമായിട്ട് മാറ്റുന്നത്. ഈ കേൾക്കുന്ന അവസരത്തിൽ മാത്രം താനായിട്ട് മാറിയാൽ പോരാ, സ്ഥിരമായിട്ട് തന്നിലെ താനിലേക്ക് മാറ്റണം. അതുകൊണ്ട് ഭാര്യയെ മാറ്റണ്ട, മക്കളെ മാറ്റണ്ട, കുടുംബത്തിൽ നിന്ന് മാറണ്ട, ഒന്നിൽ നിന്നും ഒഴിയണ്ട. ബി വിത്ത് എവ്രിതിങ്. എല്ലാമായിട്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് മാറ്റി തന്നിലെ താനിൽ പ്രതിഷ്ഠിക്കണം. ആ തന്നിലെ താനിൽ പ്രതിഷ്ഠിക്കണമെങ്കിൽ എന്താ വേണ്ടത്? തന്നിൽ ഞാനും താനും ഉണ്ട് എന്ന് തിരിച്ചറിയണം. അല്ലേ? ഉപനിഷത്തുകൾ അങ്ങനൊരു മന്ത്രമല്ലേ, ദ്വാ സുവർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷത് സ്വജാതേ. ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ, ഒന്ന് ജീവൻ, ഒന്ന് ഈശ്വരൻ. ജീവൻ ഞാൻ, ഈശ്വരൻ താൻ. അതാണ് നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ആരാണോ ഇതിനെ രണ്ടിനെയും തിരിച്ചറിഞ്ഞ്, ഇല്ലേ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളിലെ ചൈതന്യം ഇല്ലേ? ഉണ്ടല്ലോ. ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട്, നിങ്ങൾ കാണുന്ന സ്വപ്നത്തിനും സാക്ഷിയായിട്ട്. അതുകൊണ്ടാണല്ലോ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയാൻ കഴിയുന്നത്? ആ സാക്ഷി ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ ബോധമറ്റ് ഉറങ്ങിക്കിടക്കുകയാണ്, അപ്പോഴും ആ സാക്ഷി ചൈതന്യം നിങ്ങളുടെ കണ്ട സ്വപ്നത്തിന് സാക്ഷി. ഉറക്കം ഉണർന്നു കഴിഞ്ഞ് ഏതു പ്രകാരമാണോ നിങ്ങൾക്ക് ആ സ്വപ്നത്തെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയുന്നത്, അപ്പോൾ ആ സാക്ഷി ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ സാക്ഷി ചൈതന്യം ദാ ഇപ്പോൾ ജാഗ്രത അവസ്ഥയിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ സാക്ഷിയായിട്ടിരിക്കുന്നു. അത് വിചാരിക്കുന്നു, ഇവൻ എന്തോ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇവൻ്റെ മനസ്സ് ഇവിടെ ഒന്നുമല്ല, വീട്ടിലാണ്. ഇല്ലേ? ആ സാക്ഷി ചൈതന്യം തന്നെത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവൻ്റെ മനസ്സ് ഇവിടെ എങ്ങുമില്ല, വീട്ടിലാണ്. ഭർത്താവ് വന്നോ, താക്കോല് ജനലിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുമില്ല. പാവം വന്ന് വെളിയിൽ കിടന്ന് തപ്പുകയായിരിക്കും. ഇവിടെ ആധ്യാത്മികം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ? നമ്മുടെ മനസ്സ് പലപ്പോഴും പലതരത്തിലാണ്, പല കാര്യങ്ങളിലും ഈടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രയാസമാണ് നമ്മുടെ മനസ്സിനെ ഈ പറയുന്ന ഭാവത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയുള്ള സന്ദർഭം കിട്ടുന്ന അവസരത്തിൽ, കേൾക്കാനുള്ള അവസരം കിട്ടുമ്പോൾ
കേൾക്കാനുള്ള അവസരം കിട്ടുമ്പോൾ നമ്മളെല്ലാത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധ മാറി ഇതിൽ ഏകാഗ്രമാകുന്ന അവസരത്തിൽ അതിലേക്ക് നമ്മൾ യോജിപ്പിച്ചു കൊടുക്കണം. അതെപ്പോഴും കിട്ടിയെന്ന് വരില്ല. അപൂർവമായിട്ടുള്ള അവസരങ്ങളിലാണ് ഈ തരത്തിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഭഗവത്ഗീതയിലൊരു മന്ത്രം പറയും, ബഹൂനാം ജന്മനാമന്ത്രേ അന്തേ, അല്ലേ, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ജ്ഞാനവാൻ ആരാ? ജ്ഞാനവാൻ. എന്താ ഇതുവരെ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ ബോധം ആരിലാണോ സദാ സ്ഫുരിക്കുന്നത്. എന്താ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു ചൈതന്യമാണോ ഈ ശരീരത്തിൽ സദാ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, അതെന്നിൽ മാത്രമല്ല എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വര ചൈതന്യം, അതുതന്നെയാണ് താനും. ഇതാണ് ജ്ഞാനം. ഇതാണ് ഇവിടെ പറയുന്നത്, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ഈ അറിവ് പെട്ടെന്നൊന്നും കേൾക്കില്ല. ഇപ്പം നിങ്ങൾ നിസ്സാരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവാണ് കേൾക്കേണ്ടതായിട്ടുള്ള അറിവുകളിൽ വെച്ച് പരമമായ അറിവ്, ശ്രേഷ്ഠമായ അറിവ്. ഇതിനപ്പുറം മറ്റൊരറിവില്ല. ആധ്യാത്മികതയിൽ വേറൊരറിവുമില്ല. ഏത് കേട്ടാലാണോ നിങ്ങൾക്ക് ഇനി ഒരു ജന്മമുണ്ടാകാതിരിക്കുന്നത്, യജ്ഞാത്വാ നേഹ ഭൂയോ അന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. ഏതൊന്ന് കേട്ടാലാണോ ഇനി ജന്മമില്ലാത്ത നില നിങ്ങൾക്കുണ്ടാകുന്നത്? ഏത് കേട്ടാൽ? തന്നിലെ തന്നെക്കുറിച്ച് കേട്ടാൽ, തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞാൽ. ആരാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് മാറ്റി ഞാനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊന്നും ഒഴിയാതെ എല്ലാം നിലനിർത്തിക്കൊണ്ട് ഈ ഞാനായിട്ട് ജീവിക്കുന്ന ഭാവത്തിൽ നിന്ന് ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു ചൈതന്യം, ആ സാക്ഷി ചൈതന്യമാണോ എന്നിലുള്ളതായിട്ടുള്ളത്, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് സ്വയം ബോധിച്ച് ആ ഭാവത്തിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ ഉയർത്തുന്നത്, ബലപ്പെടുത്തുന്നത്, സ്ഥിരപ്പെടുത്തുന്നത്, ഞാനായിട്ടിരിക്കുമ്പോൾ തന്നെ, വീട്ടിൽ എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങളെ മെല്ലെ 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 ഉദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കണം. വേറെ ആരും നിങ്ങളെ ഉദ്ധരിപ്പിക്കാൻ വരില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ഉദ്ധരേതാത്മനാത്മാനം. നിങ്ങളുടെ ഭർത്താവ് ഉദ്ധരിപ്പിക്കാൻ വരില്ല, മക്കൾ ഉദ്ധരിപ്പിക്കാൻ വരില്ല, അയൽക്കാരുദ്ധരിപ്പിക്കാൻ വരില്ല, കൂട്ടുകാരുദ്ധരിപ്പിക്കാൻ വരില്ല. ഇവരെല്ലാവരും വലിച്ച് താഴെയിടാൻ മാത്രമേ നോക്കൂ. എല്ലാവരും. കാരണം എല്ലാവരും സ്വാർത്ഥരാണ്. എല്ലാവരും. സ്വാമി നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല. അറിയാം വരട്ടെ കാര്യം വരുമ്പോൾ അറിയാം, അല്ലേ? പെട്ടെന്നൊന്നും പറഞ്ഞു കളയരുത്. എല്ലാവരും സ്വാർത്ഥരാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഈ അറിവ് നിലയിലേക്ക് നിങ്ങൾക്ക് ഉണരാനുള്ള ഒരവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ മുഴുവനും ഉൾക്കൊണ്ട് തൻ്റെ ഉള്ളിൽ നിർത്തി മറ്റാരും അറിയാതെ, വീട്ടിലുള്ളവരോടൊന്നും പറഞ്ഞു കളയരുത്, അല്ലേ? ഞാൻ ഈശ്വരനാകാൻ പോവുകയാണ് എന്നൊന്നും പറഞ്ഞു കളയരുത്. സ്വയം തിരിച്ചറിഞ്ഞ്, സ്വയം ബോധിച്ച്, തന്നിലെ ഈശ്വരഭാവത്തെ തിരിച്ചറിഞ്ഞ് ആ ഈശ്വരീയ നിലയിൽ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന അവസരത്തിൽ ഞാനായിട്ടിരിക്കരുത്. ആ സമയത്ത് നിങ്ങൾ താൻ ഭാവത്തിലിരിക്കുക, ഞാനായിട്ടിരിക്കരുത്. നിങ്ങൾ 10 മിനിറ്റ് ധ്യാനിക്കാനിരിക്കുന്ന അവസരത്തിൽ
ഞാനായി. അപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഭാവത്തിൽ നിന്ന് മാറ്റി ആ താൻ ഭാവത്തിലിരിക്കുക. താൻ ഭാവത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ഈശ്വരനായിട്ടിരിക്കുക. തന്നിലെ താൻ, അത് ഈശ്വരൻ തന്നെയാണ്. തന്നിലെ താൻ ഉണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിൽ. അതാണല്ലോ ദ്വാ സുവർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ. ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ 2 പക്ഷികൾ, ഒന്ന് ജീവൻ, ഒന്ന് ഈശ്വരൻ. തന്നിലെ താൻ. ഞാനെന്ന് പറയുന്നത് തന്നിലെ തൻ്റെ പ്രതിബിംബം. തന്നിലെ തൻ്റെ പ്രതിബിംബം, അതാണ് ഞാൻ. ഞാൻ പ്രതിബിംബം, ബിംബം തന്നിലെ താൻ. അപ്പോൾ തന്നിൽ താനായിരിക്കുക എന്ന് പറയുന്നതാണ് ആധ്യാത്മികത. അല്ലാതെ കാഷായമൊക്കെ ഇട്ടുകൊണ്ട് ഞെളിഞ്ഞ് നടക്കുന്നതല്ല ആധ്യാത്മികത. അതിന് നിങ്ങൾ ഒന്നും കളയണ്ട. എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഭാവന ഉണ്ടായിരിക്കണം. ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ. അതെപ്പോഴുമുണ്ട്. ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷി, സ്വപ്നാവസ്ഥയ്ക്ക് സാക്ഷി, സുഷുപ്തി അവസ്ഥയ്ക്ക് സാക്ഷി. ത്രിഷു ധാമസു യത് ഭോക്ത ഭോഗ്യം ഭോഗശ്ച യത് ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി. ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ജാഗ്രത അവസ്ഥയിൽ തിരിച്ചറിഞ്ഞ് ജാഗ്രത അവസ്ഥയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കത് ബോധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കണം, യെസ്, ഈ ജാഗ്രത അവസ്ഥയിലെ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ സ്വപ്നാവസ്ഥയിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഗാഠനിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന എന്നിലെ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ 3 ഞാനുകളെയും കണ്ടുകൊണ്ട് ഇതിനൊക്കെ സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ ഈ ശരീരത്തിൽ സാക്ഷിയായിരിക്കുന്നു, അതാണ് ത്രിഷു ധാമസു യത് ഭോക്ത ഭോഗ്യം ഭോഗശ്ച യത് ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ഏതൊരാളിനാണോ തൻ്റെ ശ്രദ്ധയെ അതിൽ നിലനിർത്താൻ സാധിക്കുന്നത്. വരാഹോപനിഷത്തിൽ പറയും, ഇതെല്ലാം ഉപനിഷത്ത് അറിവുകളാണ്. വേറെ ഒരിടത്തു നിന്നും ഈ അറിവ് നിങ്ങൾക്ക് കിട്ടുകയില്ല. വരാഹോപനിഷത്ത് പറയുന്നത് സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷ്യതേ. ജ്ഞാനചക്ഷു എന്താ ജ്ഞാനചക്ഷു? ട്യൂബ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് വൈദ്യുതി ഉണ്ട് എന്ന അറിവാകുന്ന നേത്രം തുറന്നിട്ടുള്ളവൻ, അതാണ് ജ്ഞാനചക്ഷു. ജ്ഞാനനേത്രം തുറന്നിട്ടുള്ളവൻ. ആ വൈദ്യുതിയെ നിങ്ങൾ കാണുന്നത് ഏത് നേത്രം കൊണ്ടാണ്? അറിവാകുന്ന നേത്രം കൊണ്ട്, ഇല്ലേ? എല്ലാവരും കാണുന്നില്ലേ വൈദ്യുതിയെ? ഈ ട്യൂബിനകത്ത്, കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ട്യൂബിനകത്ത് വൈദ്യുതി ഉണ്ട് എന്ന അറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് അറിവാകുന്ന നേത്രം. ആ അറിവാകുന്ന നേത്രത്തിലൂടെയാണ് നിങ്ങൾ വൈദ്യുതിയെ കാണാതെ കാണുന്നത്. ഇല്ല, എല്ലാവരും കാണുന്നുണ്ടല്ലോ വൈദ്യുതിയെ. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ വൈദ്യുതി ഉണ്ട്. നിങ്ങളോട് ചോദിച്ചാൽ വൈദ്യുതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയില്ലേ ഉണ്ട്. കണ്ടിട്ടാണോ പറയുന്നത്? കാണാതെ കാണുന്നു. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആരായിരിക്കുന്നത്? തന്നിലെ താൻ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ആ അറിവാകുന്ന നേത്രം തുറന്നിട്ടില്ല. ആ അറിവിലേക്ക് നിങ്ങൾ ഉണർന്നിട്ടില്ല. ആ അറിവ് നമുക്ക് കിട്ടിയിട്ടില്ല. ഉണരാൻ പാടൊന്നുമില്ല. ഈ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ബോധിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഇല്ലാത്ത കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ, അതാണ്
ജ്ഞാനചക്ഷുർ നിരീക്ഷ്യതേ. ആ ജ്ഞാനനേത്രം തുറന്നിട്ടുള്ള ആൾ അതിനെ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നു, നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അടുത്ത ഞായറാഴ്ച വരുന്നത് വരെ ഈ തന്നിലെ തന്നെ കണ്ടുകൊണ്ട് തന്നിലെ താനായിട്ട് തിരിച്ചു വരിക. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ